ദുബായ് മർക്കസിന് മതകാര്യ വകുപ്പിൻ്റെ ആദരം. മതകാര്യ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി മതവിദ്യാഭ്യാസ, സാമൂഹിക, ജീവകാരുണ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ദുബായ് മർക്കസിന് വകുപ്പിൻ്റെ ആദരം. മർക്കസിൻ്റെ മികവുറ്റ സേവനങ്ങൾ പരിഗണിച്ചാണ് ദുബായ് മതകാര്യ വകുപ്പിൻ്റെ ആദരവ് ലഭിച്ചതെന്ന് മർക്കസ് അധികൃതർ അറിയിച്ചു. നേരത്തെയും മർക്കസിന് ഇത്തരത്തിൽ വകുപ്പിൻ്റെ ആദരവ് ലഭിച്ചിരുന്നു. വിവിധ രാജ്യക്കാരായ 700-ലധികം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം പകർന്നു നൽകുകയും അവർക്ക് ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൻ്റെ പ്രാവർത്തിക പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യുന്ന മർക്കസ് മികച്ച മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു. കഴിഞ്ഞ റമളാനിൽ ദൈനംദിനം 1000-ലധികം ആളുകളാണ് മർക്കസ് ഒരുക്കിയ ഇഫ്താറിൽ പങ്കെടുത്തത്. ദുബായ് മർക്കസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കുക, മതപഠന ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ എന്നിവയിലൂടെ മുസ്ലിം സമുദായത്തിന് മതവിജ്ഞാനം നൽകുക, പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് ആത്മീയവും സാംസ്കാരികവുമായ പിന്തുണ നൽകുക എന്നിവയാണ്. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് 2010 ഏപ്രിൽ 22-ന് ദുബായ് സുന്നി കൾച്ചറൽ സെൻറ്റർ അഥവാ ദുബായ് മർക്കസിന് തുടക്കം കുറിച്ചത്. മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾക്ക് വൈവിധ്യമാർന്ന സേവനങ്ങൾ നൽകുന്നതിനാണ് ദുബായ് മർക്കസ് പ്രാമുഖ്യം നൽകുന്നത്. ദുബായ് മതകാര്യ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി വിവിധ തരത്തിലുള്ള പരിപാടികൾ ദുബായ് മർക്കസ് കേന്ദ്രമായി നടന്നു വരുന്നുണ്ട്. യൂണിയൻ ദിനാഘോഷം, അതേപോലെ തന്നെ റബീഉൽ അവ്വൽ മാസത്തിലെ റാലികൾ, ഇവയെല്ലാം ദുബായ് ഔഖാഫിൻ്റെയും മതകാര്യ വകുപ്പിൻ്റെയും അനുമതിയോടുകൂടി നടക്കുന്ന പരിപാടികളാണ്.